ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് സമ്മതാ സാറേ. സാറൊരു ഉപകാരം ചെയ്താൽ മതി. കരാർ എഴുതി കഴിഞ്ഞാലേ ഞാൻ ചോദിക്കുമ്പോൾ പൈസ തരണം. എന്നാ സാറിന് സൗകര്യം എന്ന് വെച്ചാല് രജിസ്റ്റർ ചെയ്ത് തരാൻ ഞാൻ തയ്യാറാ. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? മുരളി, രജിസ്ട്രേഷന്റെ കാര്യം എന്താണെന്ന് വെച്ച് നോക്കിക്കോ. നാളെ രാവിലെ ആയപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കലാകാരങ്ങളായിട്ട് പോകുന്ന വഴിയാ. അതൊക്കെ ഒരു ദിവസം മുന്നിലുള്ളവനെ അടച്ചു കെട്ടാലോ. പഴയ കാലമൊന്നും അല്ലല്ലോ. പണ്ടത്തെ കാരണവന്മാര് നീ ഇതിലെ നടന്നു നോക്കിയോ ഗോപാലെന്ന് പറയും. ഇപ്പൊ കച്ചവടം കളിയൊക്കെ പിള്ളേരാ. അവർക്കിത് അടച്ചു കെട്ടാൻ തോന്നി അടച്ചു കെട്ടും. പിന്നെ 3 സെന്റ് ഒരു ബാധ്യതയായിട്ടൊക്കെ കിടക്കും. അങ്ങനൊന്നും വരില്ല സാറേ. സാർ ഒരു നല്ല വില പറഞ്ഞിട്ട് ഇതങ്ങ് എടുത്തോ. സാറിന് നല്ലതേ വരൂ. മുരളി, താൻ എന്നോട് പറഞ്ഞത് സെന്റിന് 10 രൂപ വെച്ചാ. പക്ഷേ എന്റെ ഒരു നോട്ടത്തില് കൂടി വന്ന ഒരു 7, അതിനപ്പുറം പോവില്ല. അയ്യോ സാറേ, അതൊരുപാട് കുറവാ. ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നല്ലാതെ. സാറിനറിയാലോ, കുറച്ചു നാൾ കഴിയുമ്പോ ഉണ്ടല്ലോ ഈ ഭൂമിയുടെ വില 2 or 3 ഇരട്ടിയാകും. എനിക്കങ്ങനെ മനക്കോട്ട കിട്ടുന്ന പരിപാടിയൊന്നുമില്ല. ഞാനിപ്പോ ഇത് കണ്ടു, ഒരു വില അങ്ങോട്ട് പറഞ്ഞു. 7 രൂപയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കച്ചവടം അങ്ങ് നടത്താം. ക്യാഷായിട്ട് തന്നെ മുഴുവൻ തുകയും തരുകയും ചെയ്യാം. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചിട്ട് പറയേ. ഞാനിതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ശരി ശരി, സാർ അവിടെ ഒന്ന് പോയി നോക്കിട്ട് വാ. ഗോപാല, ഇതാണ് നമ്മൾ പെട്ടെന്ന് എന്നൊരാവശ്യം പറയുമ്പോഴുള്ള ബുദ്ധിമുട്ട്. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ കച്ചവടം ഉറപ്പിക്കാം. അയാൾ എനിക്ക് നല്ല കമ്മീഷനും തരും. പക്ഷേ നിന്റെ കാര്യത്തിലേ അങ്ങനെ ചെയ്യാൻ എനിക്കൊരു ഇത്തിരി മനസാക്ഷി കുത്തുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് വിട്ടുപിടിക്കാടാ. വേറെ 2-3 പേരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആരാണെങ്കിലും നമ്മൾ പറയുന്ന വില തരുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി. അത് ശരിയാവില്ല മുരളി. വില കുറവാണെന്ന് എനിക്കറിയാം. പക്ഷേ കാശിന് അത്യാവശ്യ. എത്രയും പെട്ടെന്ന് കിട്ടിയേ പറ്റൂ. ഒന്ന് ആലോചിച്ചിട്ട് എന്താ കാര്യം? അയാള് കാശ് മുഴുവനും കൈത്തരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട. എത്രയും പെട്ടെന്ന് കൃഷ്ണമോളുടെ പേരിലുള്ള കടം വീട്ടണം. സിത്താരാമയുടെ ആശുപത്രി ചെലവാക്കിയിരിക്കുന്ന 10-20 ലക്ഷം രൂപയുണ്ടല്ലോ, അത് കിട്ടുമല്ലോ. മുരളി, നീ അയാളോട് വാക്ക് പറ. തിടുക്കൊന്നും കാട്ടാതെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക്. എനിക്ക് ഈ കാര്യത്തിൽ ആലോചിക്കാനൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകണം. തങ്കത്തിന്റെ ഓപ്പറേഷനാ. നീ അയാളെ വിളിക്ക്. എന്തായി മുരളി? സാറേ, വസ്തു സാറിന് തന്നെ തരണമെന്നാണ് ഗോപാലന്റെ ആഗ്രഹം. പക്ഷെ സാറ് പറഞ്ഞ വിലയില് എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക് സാറേ. എനിക്ക് ഈ കാര്യത്തിൽ ഒരു വാക്യമുള്ളൂ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സമ്മതാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോവുക. എനിക്ക് സമ്മതാ സാറേ. സാറൊരു ഉപകാരം ചെയ്താൽ മതി. കരാർ എഴുതി കഴിഞ്ഞാലേ ഞാൻ ചോദിക്കുമ്പോൾ പൈസ തരണം. എന്നാ സാറിന് സൗകര്യം എന്ന് വെച്ചാല് രജിസ്റ്റർ ചെയ്ത് തരാൻ ഞാൻ തയ്യാറാ. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? മുരളി, രജിസ്ട്രേഷന്റെ കാര്യം എന്താണെന്ന് വെച്ച് നോക്കിക്കോ. നാളെ രാവിലെ ആയപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാ ശരി ഗോപാല, ഞാൻ സാറിന്റെ കൂടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. പോവാ സാറേ. പോവാ. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അയാളെ വില കുറച്ചതാണല്ലേ? പോട്ടടി, കൃഷ്ണമോളുടെ കാര്യം നടക്കുമല്ലോ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. നീ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. തങ്കത്തിന് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാൻ സമയമായി. ഇപ്പൊ ഇറങ്ങാൻ നമുക്ക്. പറ്റില്ല സാറേ. ഇക്കാര്യത്തിലേ സാറ് ഞാൻ പറയുന്ന അനുസരിച്ചേ പറ്റൂ. എടോ, താൻ പറയുന്ന കോമാളി വേഷം കെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഈ നാട്ടിലെ ബാക്കിയുള്ളവരെല്ലാം കോമാളി വേഷം കെട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. താനൊരു കാര്യം ചെയ്യും. തന്റെ വിവാഹം ആവുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എടോ, ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് ഇല്ലടോ. ഇത് കേൾക്കുമ്പോഴാ എനിക്ക്
ഇതിങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഒരു ചടങ്ങിന് എന്നെ പ്രതീക്ഷിക്കണ്ട. ആ പ്രതീക്ഷിക്കുന്നില്ല. താൻ എന്താന്ന് വെച്ചാ ചെയ്. എന്താടാ ഇവിടെ? എന്താ ഇവിടെ തർക്കം? എന്താ മാണിക്കുഞ്ഞെ? എന്താടാ? ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലെന്നോ? അമ്മേ, നാളെ ഹൽദി ചടങ്ങ് നടക്കാൻ പോവാ. സാറിനെ ഒരു രാജകുമാരനെ പോലെ ഒരുക്കിക്കൊണ്ടു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് പറഞ്ഞപ്പോ സാറിന് താല്പര്യമില്ലെന്ന്. ഓ, എന്റെ അമ്മ, ഇയാൾ ഓരോ കല്യാണ വീഡിയോ ഒക്കെ ഇട്ട് കണ്ടിട്ടെ അതിലുള്ള പോലെ എന്റെ അടുത്ത് വേഷം കെട്ടണമെന്ന് പറഞ്ഞാൽ എനിക്കത് അനുസരിക്കാൻ പറ്റും. അല്ല, ദേ സാറേ, സാറിന്റെ വിവാഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് ചില സങ്കല്പങ്ങളൊക്കെ കാണും. അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന വെച്ചാ പിന്നെ എന്താ ചെയ്യാ? എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത് തന്റെ കല്യാണം ചെയ്തോളാൻ പറയും. ഞാനെന്താ കളരിക്ക തറവാട്ടിൽ ജനിച്ചാണോ? ഞാനെന്താ നവീൻ സാറിന്റെ പൊസിഷനിലാണോ? ഒരു കാര്യം പറഞ്ഞ മനസ്സിലാവണ്ടേ? എടോ, തനിക്കിപ്പോ എന്താ വേണ്ടത്? താൻ പറയുന്ന രാജാപ്പാട്ട് വേഷവും കിട്ടി ആളുകളെ ചിരിപ്പിക്കാനായിട്ട് ഞാൻ വന്നിറങ്ങണമെന്നാണോ? ഓ, മതി മതി. ഞാൻ ആദ്യം കരുതിയതേ വഴക്കിന് എന്തെങ്കിലും കാരണം കാണുമെന്ന. അയ്യേ, ഇതൊരുമാതിരി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ. ശ്ശേ. അമ്മ, വിവാഹത്തിന് ട്രഡീഷണൽ ഡ്രസ്സ് ധരിക്കണമെന്ന് പറയുന്നൊക്കെ ഓക്കെ. ആ, പക്ഷെ ഹൽദി നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു ചടങ്ങല്ലേ? നമ്മുടെ ലിസ്റ്റിൽ മുമ്പുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ടെന്നേ. അതിന് നിൽക്കണമെങ്കിൽ അതിനായിട്ടുള്ള രീതി തന്നെ നിൽക്കണം. അല്ലാതെ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. എടോ, താൻ ഓ, തർക്കം വിടുന്നുണ്ടോ രണ്ടാളും? മോനെ, മാണിക്കുഞ്ഞ് പറയുന്നതിലും കാര്യമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കാമേ. വേഷത്തിന്റെ കാര്യത്തിലുള്ള കടുംപിടുത്തമൊന്നും വേണ്ട. മാണിക്കുഞ്ഞിന്റെ മനസ്സിലും മാത്രമല്ല, നീ ഞങ്ങളുടെ മനസ്സിലും രാജകുമാരനല്ലേ? ആ, എന്നാ പിന്നെ ഹൽദി ചടങ്ങുകളുടെ തുടക്കമായിട്ടെ നമുക്കൊരു വാൾപ്പയറ്റ് കൂടി അങ്ങ് വെക്കാം. പായറ്റണം. ഞങ്ങൾ തീരുമാനിച്ചാലേ സാറ് പായറ്റണം, അല്ലേ അമ്മേ? നീ ഒന്നും മിണ്ടാതിരുന്നേ മാണിക്കുഞ്ഞെ. ദേ നവീൻ, വാൾപ്പയറ്റൊന്നും എന്തായാലും വേണ്ട. ബാക്കി കാര്യങ്ങള് അല്പ ആഡംബരത്തോടെ തന്നെ നടക്കണം. കളരിക്കൽ കുടുംബത്തിലെ ഇളമുറക്കാരന്റെ വിവാഹ ചടങ്ങ് ആൾക്കാര് എന്നെന്നും ഓർമ്മയിൽ വെക്കാനുള്ളതാവണം. അതേ ഞാനും പറഞ്ഞുള്ളൂ. അത് അമ്മ ഈ മൗനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എടോ, താൻ എവിടെ പോടോ? ഞാൻ എവിടെ പോകാനാ? ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ കല്യാണം നടത്തിയിട്ടല്ലാതെ ഈ മാണിക്കുഞ്ഞ് ഇവിടുന്ന് എവിടെയും പോകുന്ന ഒരു പ്രശ്നവുമില്ല. അങ്ങനെ സൂചിക്കണ്ട. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേടാ. അതെനിക്കറിയാലോ അമ്മേ. ഞാൻ ചുമ്മാ വെറുതെ അയാളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ചുമ്മാ പറയുന്നല്ലേ. എന്നാ പറയേ, ചടങ്ങിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇനി കാര്യങ്ങളുടെ തീരുമാനങ്ങളൊക്കെ അമ്മ ഏറ്റെടുത്തില്ലേ? അമ്മ പറഞ്ഞു എന്തിനും ഞാൻ റെഡി. വിവാഹം കേമാവണം. എല്ലാവർക്കും ഓർത്തു വെക്കാനുള്ള ഒരു ചടങ്ങ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അത്രയ്ക്ക് നല്ലൊരു കുട്ടിയല്ലേ എന്റെ മോന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്.